കേരളത്തെ ഞെട്ടിച്ച ഏറെ പ്രമാദമായ ഒരു കേസിലെ പ്രതി കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി സംഗീതാണ് നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ക്ലർക്കായിരുന്ന സംഗീത് 16 കോടി രൂപയാണ് തട്ടിയെടുത്തത്. ഇതിൽ 6 കോടി രൂപയുടെ നോട്ടുകൾ കത്തിച്ചു കളഞ്ഞെന്ന് സംഗീത് വിജിലൻസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. 2012 മുതൽ 21 വരെയുള്ള കാലയളവിലാണ് സംഗീത് വെട്ടിപ്പ് നടത്തിയത്. ലോട്ടറി തൊഴിലാളികൾ അടയ്ക്കുന്ന അംശാദായം സ്വന്തം അക്കൗണ്ടിലേക്കും സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്കും മാറ്റിയായിരുന്നു തട്ടിപ്പ്. 2019 സ്ഥലം മാറ്റം കിട്ടിപ്പോയപ്പോഴും ഇയാൾ ലോട്ടറി ക്ഷേമനിധി ആസ്ഥാനത്ത് നിന്നുള്ള ചെക്ക് ബുക്കും കൊണ്ടുപോയി തട്ടിപ്പ് നടത്തി. 2020 വീണ്ടും ക്ഷേമനിധി ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി തിരിച്ചു വന്നു. 2012 മുതൽ 2016 വരെ ഇയാൾ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയിട്ടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പകരം പല പേരുകളിൽ ചെക്കിൽ ഒപ്പിട്ട് ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ചു. ഈ പണം എന്ത് ചെയ്തെന്ന് സംഗീത് നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നില്ല. പലതവണ അവരത് ചോദിച്ചതാണ്. എന്നാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല. ജാമ്യത്തിലിറങ്ങിയ സംഗീതിനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പലപ്പോഴായി പിൻവലിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 6 കോടി രൂപ താൻ കത്തിച്ചു കളഞ്ഞുവെന്നാണ് സംഗീത് മൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പോങ്ങുംമൂട്ടിലുള്ള വീട്ടിൽ വെച്ചാണ് നോട്ടുകെട്ടുകൾ കത്തിച്ചത്. 2016 നോട്ട് നിരോധനം വന്നതോടെ 500, 1000 നോട്ടുകൾ അസാധുവായതാണ് കാരണം. ഇത്രയും വലിയ തുക മാറിയെടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായതോടെ മറ്റു വഴിയില്ലാതെ കത്തിച്ചു കളയുകയായിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സംഘത്തെ ഉപയോഗിച്ച് വിജിലൻസ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും തെളിവൊന്നും ലഭിച്ചിട്ടില്ല. കാരണം 2017 ഇയാൾ ഈ നോട്ടുകെട്ടുകൾ കത്തിച്ചു കളയുന്നത്. തട്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിക്കൂട്ടുകയും ശേഷിച്ച തുക സുഹൃത്തും ഇടനിലക്കാരനുമായ അനിലിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ മാത്രം 45 രജിസ്ട്രേഷനാണ് നടത്തിയത്. പ്രതികൾ വാങ്ങിയ 35 ഇടത്തെ ഭൂമി വിജിലൻസ് ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. കഴക്കൂട്ടത്തും ചാക്കയിലുമായി കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയാണ് സംഗീതും സുഹൃത്തുക്കളും വാങ്ങിക്കൂട്ടിയത്. കേസിലെ 2ാം പ്രതിയായ അനിലിനും 3ാം പ്രതിയായ സഹോദരൻ സമ്പത്തിനും വീട് വെച്ച് നൽകിയതും കണ്ടെത്തിയിട്ടുണ്ട്. ബോർഡ് സിഇഒമാരായ IAS ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലും വ്യാജരേഖകൾ നിർമ്മിച്ച് സംഗീത ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾ അടച്ച ക്ഷേമനിധി അംശാദായമാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സംഗീത് ഒറ്റയ്ക്ക് തട്ടിയെടുത്തത്.